വീട്ടിലെ അടുക്കളത്തോട്ടം ഫലഭൂഷ്ടമാക്കാൻ അതിസമർത്ഥമായ കൃഷിരീതി. ഹായ് ബഡീസ്! പയ്യെ പയ്യെ ഇഴഞ്ഞു നീങ്ങുന്ന ഒച്ചുകൾ നമുക്ക് അപകടകാരിയല്ലെങ്കിലും ചെടികൾക്കും പച്ചക്കറികൾക്കും വില്ലന്മാർ തന്നെയാണ്. നിങ്ങളുടെ ഗാർഡനിലും പച്ചക്കറി തോട്ടത്തിലും ഒച്ചുകൾ വല്ലാതെ വിളകളെയും ചെടികളെയും ആക്രമിക്കുന്നുണ്ടോ? എങ്കിൽ ആ തലവേദന അങ്ങ് മാറ്റാൻ ഒരു ഉഗ്രൻ പണി പറഞ്ഞുതരാം. തോട്ടത്തിൽ ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ബിയർ ഒഴിച്ചു വെച്ച് നോക്കൂ. ഒച്ചുകൾ ഹൈ സ്പീഡിൽ ബിയർ അകത്താക്കാൻ വരുന്നത് കാണാം. ബിയറിലുള്ള സ്ട്രോങ് ഈസ്റ്റ് മണമാണ് ഒച്ചുകളെ ആകർഷിക്കുന്നത്. ബിയർ കുടിച്ച് ഒച്ചുകൾക്ക് മത്ത് പിടിച്ചാൽ പിന്നെ നമ്മുടെ പച്ചക്കറികളൊക്കെ സേഫായല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് കുറച്ച് ഗാർഡനിങ് വിദ്യകൾ പഠിപ്പിക്കാനാണ് പ്ലാൻ. കാലത്തിനനുസരിച്ച് നമ്മുടെ ഗാർഡനുകളും മാറിയില്ലെങ്കിൽ പിന്നെ എന്തിനു കൊള്ളാം. കൂടാതെ കുറച്ച് മോഡേൺ ഗാർഡനിങ് ടെക്നിക്കുകളും കൂടി പഠിക്കണ്ടേ? തല കീഴായി വളരുന്ന ചെടി, ഡയപ്പർ ഒടുക്കുന്ന തോട്ടങ്ങൾ, ശിഖരങ്ങളിൽ വളരുന്ന പുതിയ ചെടികൾ, ഓറഞ്ച് തൊലി കൊണ്ട് പൂച്ചയെ ഓടിക്കുന്ന വിദ്യ തുടങ്ങി സമർത്ഥമായ കൃഷിരീതികളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഗതം ഫാക്സ് മൊജോയിലേക്ക്. നമ്പർ 10, ചെടികൾക്കും ഇനി ഡയപ്പർ ഇടാം. ചിലർ ചെടി നടന്നത് പരിസ്ഥിതി ദിനത്തിൽ നടന്നതുപോലെയാണ്. പിന്നെ ആ വഴിക്ക് പോകില്ല. വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അവ കരിഞ്ഞു പോകുമെന്ന കാര്യം 100% ഷുവറാണ്. വേറെ ചിലരുണ്ട്, അവർക്ക് ചെടികൾ മക്കളെ പോലെയാ. അതുകൊണ്ട് അവരെപ്പോഴും കെയർ കൊടുക്കുമെന്ന് പറഞ്ഞ് കൂടുതലായി വെള്ളമൊഴിക്കും. അതിന് കിട്ടുന്ന പണിയാണ് ഓവർ വാട്ടറിംഗ്. ഇതുവഴി വേരുകൾ പൂർണ്ണമായും ചീഞ്ഞു പോകുന്നു. മണ്ണിന് വലിച്ചെടുക്കാവുന്നതിലും അധികം വെള്ളം ഒഴുകുമ്പോൾ അത് വാട്ടർ പ്രഷറിനെ സാരമായി ബാധിക്കുന്നു. യാതൊരു മസിലുകളോ എല്ലുകളോ ഇല്ലാത്ത ചെടികൾ എങ്ങനെയാണ് ഉയർന്നു പൊങ്ങി നിൽക്കുന്നതെന്നറിയുമോ? അതിന് കാരണം ഇതേ വാട്ടർ പ്രഷറാണ്. ഏതൊരു ചെടിയുടെ കോശത്തിന്റെ അകത്തും അതിന് താങ്ങാവുന്ന വെള്ളത്തിനൊരളവുണ്ട്. ആ അളവിലുള്ള വെള്ളമുണ്ടാക്കുന്ന ടർഗർ പ്രഷർ എന്ന പ്രത്യേക വാട്ടർ പ്രഷറാണ് ചെടികളെ ഉയർത്തി നിർത്തുന്നത്. അപ്പോൾ വെള്ളം കൂടിയാൽ കോശങ്ങൾക്കത് താങ്ങാനാവാതെ പൊട്ടിപ്പോകും. ഈ ഓവർ വാട്ടറിംഗ് പ്രോബ്ലം പരിഹരിക്കാൻ രസകരമായ ഒരു മാർഗമുണ്ട്. കൊച്ചുകുട്ടികൾ പണി തരാതിരിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന അതേ മാർഗം. ചെടികളെ ഒരു ഡയപ്പർ ഉടുപ്പിച്ചാൽ മതി. ഡയപ്പറുകൾ വെള്ളം വലിച്ചെടുക്കാൻ വളരെയധികം എഫക്റ്റീവാണെന്നറിയുമല്ലോ. ചെടികൾ നടുന്നതിനു മുന്നേ ചട്ടിയുടെ അടിഭാഗത്ത് ഡയപ്പർ വിരിച്ച് നട്ടാൽ കൂടുതലായി ഒഴുകുന്ന വെള്ളം മുഴുവനും അത് വലിച്ചെടുത്തുകൊള്ളും. അതേസമയം ചട്ടിക്കുള്ളിൽ കറക്റ്റ് അളവിൽ ചൂടും ഹ്യൂമിഡിറ്റിയും നിലനിർത്താനും ഡയപ്പറിന് കഴിയും. നമ്പർ 9, ഓറഞ്ച് കണ്ടാൽ പൂച്ച ഓടുമോ? ഗാർഡനുകളുള്ള എല്ലാ വീട്ടിലും പൂച്ചക്കുട്ടികൾ മനുഷ്യർക്ക് തരുന്ന പണി ചെറിയ പണിയല്ല. നമ്മുടെ ചെറിയ ഗാർഡനിലും പച്ചക്കറി തോട്ടത്തിലുമെല്ലാം കുറച്ച് മണ്ണ് കിടക്കുന്നത് കണ്ടാൽ അവിടെ വന്ന് കാര്യം സാധിച്ചിട്ട് പോകുന്ന പൂച്ചകളെ അകറ്റാനൊരു വഴിയുണ്ട്. ഈ ടെക്നിക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതാണ്. കുറച്ച് ഓറഞ്ച് തൊലികൾ ഗാർഡനിൽ നിക്ഷേപിച്ചാൽ മതി. പൂച്ചകൾക്ക് നല്ല സ്മെല്ലിംഗ് പവറാണ്. ചെറിയ മണം പോലും പൂച്ചകൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. ഓറഞ്ച് പോലുള്ള സിട്രസ് പഴങ്ങളുടെ കത്തുന്ന മണം പൂച്ചകൾക്കൊട്ടും സഹിക്കാൻ പറ്റില്ല. ഓറഞ്ച് തൊലിയുള്ള ഗാർഡനുകൾ കയറി അലമ്പാക്കാൻ പൂച്ചകളൊന്ന് മടിക്കും. നമ്പർ 8, കറുവാപ്പട്ട കൊണ്ടൊരു പ്രയോഗം. നമ്മൾ ഭക്ഷണ സാധനങ്ങളിൽ ചേർക്കുന്ന പ്രധാനപ്പെട്ട ഒരു സുഗന്ധദ്രവ്യമാണ് കറുവാപ്പട്ട അഥവാ സിനമൻ. ഇതുകൊണ്ടും ഒരു പ്രയോഗമുണ്ട്. ഇതിൽ ഒരുപാട് ആന്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് പൊടിച്ച് മണ്ണിൽ തൂകിയാൽ ഒരുവിധം പൂപ്പൽ രോഗങ്ങളെ അകറ്റി നിർത്താം. ചെടികളെ ആക്രമിക്കുന്ന പൂപ്പലുകളുടെ സെല്ലുകളുടെ മെംബ്രെയിനുകൾ നിർവീര്യമാക്കാൻ കറുവാപ്പട്ടയ്ക്ക് സാധിക്കും. മാത്രമല്ല എലികളെ തുരത്താനും പട്ടയ്ക്ക് സാധിക്കും. സുഗന്ധദ്രവ്യമായതുകൊണ്ട് തന്നെ പട്ടയുടെ ഗന്ധം എലികൾക്ക് സഹിക്കാൻ കഴിയില്ല. 1-2 പട്ടക്കഷ്ണങ്ങൾ ചെടിയുടെ ചുവട്ടിൽ വെച്ച് നോക്കൂ. എലികളുടെ ശല്യം കുറയും. ഉറുമ്പുകളിൽ നിന്നും ചെടികളെയും വേണമെങ്കിൽ മധുരമുള്ള ഭക്ഷണ സാധനങ്ങളെയും സംരക്ഷിക്കാനും പട്ടയ്ക്ക് കഴിയും. ഉറുമ്പുകൾ ലൈനായി പോകുന്നത് ശരീരത്തിൽ നിന്നും ഒരു പ്രത്യേക തരം കെമിക്കൽ പുറപ്പെടുവിച്ചുകൊണ്ടാണ്. പട്ടയുടെ എസൻസിന് ഇത് തടയാൻ കഴിയും. കമ്മ്യൂണിക്കേഷൻ നഷ്ടപ്പെട്ട ഉറുമ്പുകൾ എന്ത് ചെയ്യണമെന്നറിയാതെ ചിതറി നടക്കുന്നത് കാണാം. പട്ടയുടെ ഒരു പവറേ. നമ്പർ 7, ജസ്റ്റ് ജെല്ലി. ജെല്ലി മുട്ടായി എല്ലാവർക്കും ഇഷ്ടമാകും അല്ലേ? പല നിറത്തിലുള്ള വഴുവഴുത്ത ജെല്ലി മുട്ടായി പലരുടെയും ചൈൽഡ്ഹുഡ് നൊസ്റ്റാൾജിയയാണ്. എന്നാൽ നമ്മൾ മനുഷ്യർ മാത്രമല്ല, ചെടികളും ജെല്ലി മിഠായിയുടെ ആരാധകരാണെന്നറിയുമോ? ബീൻസും പയറും പോലുള്ള ചെടികൾക്ക് ജെല്ലി മിഠായി വളമായി ഇട്ടുകൊടുത്താൽ കൂടുതൽ വേഗത്തിൽ വളരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന് കാരണം ചെടികൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ന്യൂട്രിയൻസ് ആയ നൈട്രജൻ ആവോളം ജെല്ലി മിഠായിൽ ഉണ്ടെന്നത് തന്നെ. നൈട്രജൻ സംയുക്ത രൂപത്തിൽ ഇതുപോലെയുള്ള ജെല്ലി മിഠായിൽ അടങ്ങിയിരിക്കുന്നു. വെള്ളത്തിൽ കലക്കി ഈ ജെല്ലികൾ ചെടികൾക്ക് വളമായി കൊടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ജെല്ലി പൗഡർ കൊടുത്തതുകൊണ്ട് ആരും ചെടിയിൽ ജെല്ലി മിഠായി ഉണ്ടാകുമെന്ന് കരുതണ്ട കേട്ടോ. ഒരു മധുരമുള്ള ലൈക്ക് ഇവിടെ ഇട്ടേക്ക്. നമ്പർ 6, മഞ്ഞൾ ചാർത്താം. പണ്ടൊക്കെ എന്തെങ്കിലും ജീവികൾ കടിച്ചാൽ ആദ്യം പരീക്ഷിക്കുന്ന ഒറ്റമൂലി മഞ്ഞൾ തേക്കുക എന്നതായിരുന്നു. മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കർക്യൂമിൻ പോലുള്ള കെമിക്കൽ നല്ല ഒന്നാന്തരം ഒരു ആന്റി ഓക്സിഡന്റ്, ആന്റി മൈക്രോബിയൽ, നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടുന്ന ഒരു അണുനാശിനിയാണ്. ഇതെങ്ങനെ ഗാർഡനിൽ ഉപയോഗിക്കാമെന്നല്ലേ?
ചെടികളുടെ ചുറ്റുമോ ചട്ടിയുടെ ചുറ്റുമോ മഞ്ഞൾ ചെറിയ അളവിൽ തൂകി കൊടുക്കുന്നത് വഴി ഉറുമ്പുകളെയും മറ്റ് കീടങ്ങളെയും അകറ്റി നിർത്താം. മഞ്ഞളിന്റെ രാസസവിശേഷതകളും ഗന്ധവും കീടങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. കൂടുതൽ എഫക്റ്റീവായ ഒരു കീടനാശിനി കൂടി മഞ്ഞൾ കൊണ്ടുണ്ടാക്കിയെടുക്കാം. 2 ടീസ്പൂൺ മഞ്ഞൾ 100 ml പാലിൽ ചേർത്ത് അതിനുശേഷം 2 ടീസ്പൂൺ വിനാഗിരിയിലേക്ക് 1 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് ചെടിയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ പൂർണ്ണമായും നാച്ചുറലായി തന്നെ നമുക്ക് കീടങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാം. മഞ്ഞൾ ചില്ലറക്കാരനല്ലെന്ന് മനസ്സിലായില്ലേ? ഇനി ഗാർഡനിങ് നന്നായി ചെയ്യാൻ ചില ടിപ്സ് പറഞ്ഞുതരാം. വെറുതെ മുറിച്ചു കളയുന്ന മുടി അല്പം ഇനി മുതൽ ആ ചെടികളുടെ ചോട്ടിൽ കൊണ്ടുപോയി ഇട്ടു നോക്കൂ. അവരെങ്കിലും തഴച്ചു വളരട്ടെ. നമ്മുടെ മുടിയിൽ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ മുടി ചെടികൾക്കൊരു ഉത്തമ വളമാണെന്ന് മനസ്സിലായില്ലേ? അതുപോലെ വലിയ ഫാമുകളിൽ അതിർത്തിയിൽ കുറച്ച് മുടി വിതറിയാൽ കാട്ടുമുയലുകളും മാനും ഒന്നും പിന്നെ ആ വഴിക്ക് വരില്ല. അവയ്ക്ക് മുടിയുടെ ഗന്ധം ഇഷ്ടമല്ല. നമ്പർ 5. മരത്തിന് മുകളിലെ മരം. ഈ കാണുന്ന ചെടിയുടെ ശിഖരങ്ങളിൽ എന്തിനാണ് പ്ലാസ്റ്റിക് കെട്ടിവെച്ചിരിക്കുന്നതെന്നാണോ നിങ്ങൾ ആലോചിക്കുന്നത്? ആ പ്ലാസ്റ്റിക് കെട്ടിനുള്ളിൽ മണ്ണാണ് നിറച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരു വിത്ത് മുളച്ചാൽ ചെടിയായി വളരണമെങ്കിൽ ഒരുപാട് സമയം കെട്ടിവെക്കണമെന്ന്. ഒരു ചെടിയിൽ നിന്നും പെട്ടെന്ന് മറ്റൊരു ചെടി ഉണ്ടാക്കിയെടുക്കാനാണ് ഈ ടെക്നിക്ക് ഉപയോഗിക്കുന്നത്. ശിഖരങ്ങൾ വളഞ്ഞ് നിലത്ത് മുട്ടുമ്പോൾ മണ്ണുമായി കോണ്ടാക്ട് വരുന്ന സ്ഥലത്ത് വേരുകൾ ഉണ്ടാകുന്നത് കണ്ടിട്ടില്ലേ? അതാണ് ഈ വിദ്യയുടെ പ്രിൻസിപ്പൾ. ചെടിയുടെ ശിഖരത്തിൽ 1 ഇഞ്ച് നീളത്തിൽ ഒരു കട്ടുണ്ടാക്കി അവിടെ വേര് മുളപ്പിക്കാനുള്ള ഹോർമോണുകൾ തേച്ച് അതിനു ചുറ്റും മണ്ണ് പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു വെച്ചാൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവിടെ വേര് പൊട്ടി പുതിയൊരു ചെടിയായി മാറും. അത് പിന്നീട് മുറിച്ചെടുത്ത് മാറ്റി നട്ടാൽ മതി. പപ്പായ മരങ്ങളാണ് ഇത്തരത്തിൽ എയർ ലെയറിംഗ് വഴി കൂടുതലായി കൾച്ചർ ചെയ്യുന്നത്. പ്ലാസ്റ്റിക്കിന് പകരം ഇപ്പോൾ 2 വശവും തുറക്കാവുന്ന കറുത്ത പ്ലാസ്റ്റിക് ചട്ടികളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. പ്രൊപ്പഗേഷൻ പോട്ട്സ് എന്ന് വിളിക്കുന്ന ഈ ചട്ടികളിൽ മണ്ണ് നിറച്ച് ചെടികളുടെ ശിഖരങ്ങളിൽ വെച്ചാൽ മതി. പുതിയൊരു ചെടി റെഡി. നമ്പർ 4. വെറുതെ ഒഴിച്ചു കളയല്ലേ. നിങ്ങളുടെ വീട്ടിൽ അക്വേറിയം ഉണ്ടോ? എങ്കിൽ അടുത്ത പ്രാവശ്യം വെള്ളം മാറുമ്പോൾ ആ വെള്ളം കൊണ്ടുപോയി വെറുതെ ഒഴിച്ചു കളയരുതേ. നിങ്ങൾക്ക് ചെടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഉഗ്രൻ ഒരു ഡിലീഷ്യസ് മെയിലാണ് ഈ വേസ്റ്റാക്കി കളയുന്നത്. മൃഗങ്ങളുടെ കാഷ്ടങ്ങൾ ചെടികൾക്ക് എന്നും പ്രിയപ്പെട്ട ഭക്ഷണമാണ്. മീനുകളുടെ കാഷ്ടവും തീറ്റയും പായലും നിറഞ്ഞ അക്വേറിയത്തിലെ വെള്ളം വളരെ ന്യൂട്രീഷ്യസ് ആണ്. എന്നാൽ ഇതറിയുന്നവർ കണ്ടുപിടിച്ച ഫാമിംഗ് ടെക്നിക്കാണ് അക്വാപോണിക്സ്. ഒരു ഉരുളക്കിഴങ്ങ് 3 ടൂത്ത് പിക്കിൽ കുത്തി നിങ്ങളുടെ അക്വേറിയത്തിന്റെ മുകളിൽ വെച്ച് നോക്കൂ. വെക്കുമ്പോൾ ഉരുളക്കിഴങ്ങിന്റെ താഴ്ഭാഗം മാത്രമേ വെള്ളത്തിൽ മുങ്ങാവൂ. വെള്ളത്തിൽ നിന്ന് ഡയറക്റ്റ് ന്യൂട്രിയൻസ് വലിച്ചെടുത്ത് ഉരുളക്കിഴങ്ങ് കുറച്ച് ദിവസം കൊണ്ട് തന്നെ വേര് പൊട്ടി മുളച്ച് വളരാൻ തുടങ്ങും. ഇങ്ങനെ ഫിഷ് ടാങ്കിന്റെ മുകളിൽ കൃഷി ചെയ്യുന്ന രീതി ഇപ്പോൾ ധാരാളമായി വ്യാപകമാണ്. നമ്പർ 3. ആരാടാ എന്റെ പിള്ളേരെ തൊടുന്നത്? പ്രകൃതിയിൽ പലതരം കൊടുക്കൽ വാങ്ങലുകൾ ധാരാളമായി കാണപ്പെടാറുണ്ട്. പക്ഷേ നമ്മുടെ ഗാർഡൻ കൂടുതൽ മനോഹരമാക്കാൻ പറ്റിയ ഒരു സഹകരണ പ്രസ്ഥാനത്തെ പറ്റിയാണ് ഇനി പറയാനുള്ളത്. ചില ചെടികൾ പ്രതിരോധ ശക്തി കുറഞ്ഞവയാണ്. അവരെ തന്നെയാണ് കീടങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്നതും. പക്ഷേ ആരുമില്ലാത്ത ചെടികൾക്ക് ദൈവം മാരിഗോൾഡിന്റെ രൂപത്തിൽ വരുമെന്ന് ഏതോ സിനിമയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. വീടുകളിലെല്ലാം സാധാരണയായി കാണാറുള്ള ജമന്തി ചെടി. അവൻ മറ്റു ചെടികളെ സംരക്ഷിക്കുന്ന ഒരു നാച്ചുറൽ ഹീറോ തന്നെയാണ്. ചെടികളുടെ വേര് തുരന്നാക്രമിക്കുന്ന മൈക്രോസ്കോപ്പിക് സൂക്ഷ്മജീവികളായ നിമാറ്റോഡ്സിനെ പോലുള്ള അപകടകാരികളായ കീടങ്ങളെ ഓടിക്കാൻ മാരിഗോൾഡ് ചെടികൾക്ക് കഴിവുണ്ട്. മാരിഗോൾഡ് ചെടിയുടെ വേരുകൾ പുറപ്പെടുവിക്കുന്ന ഒരു കെമിക്കൽ ഇവയുടെ മുട്ടകൾ വിരിയും മുൻപ് തന്നെ നിർവീര്യമാക്കി കളയുന്നു. മാത്രമല്ല, മാരിഗോൾഡ് പൂക്കളുടെ സുഗന്ധം പൂമ്പാറ്റകളെയും തേനീച്ചകളെയും ആകർഷിക്കുന്നത് വഴി മറ്റ് ചെടികൾക്ക് പരാഗണം വേഗത്തിലാക്കാൻ അത് ഗുണകരമാകുന്നു. നമ്പർ 2. വിക്രമാദിത്യനും വേതാളവും. ഒരു നോർമൽ ഗാർഡനർ സഞ്ചരിക്കുന്ന എല്ലാ വഴികളും വിട്ട് ഒരു ഭ്രാന്തനെ പോലെ സഞ്ചരിക്കുവാൻ നിങ്ങൾ റെഡിയാണോ? സാധാരണ ചെടി നടുന്നത് മണ്ണിലാണെങ്കിലും ഇവിടെ അത് ആകാശത്താണെന്നേ വ്യത്യാസമുള്ളൂ. ആന്റി ഗ്രാവിറ്റി ഗാർഡനിംഗ് എന്നാണ് ഇതിന് പറയുന്ന പേര്. ഒരു ചട്ടിയെടുത്ത് അതിന്റെ അടിഭാഗം കീറിയതിനു ശേഷം മുകൾ ഭാഗത്ത് ചെടി നട്ട് അതിൽ മണ്ണ് നിറച്ച് തല കീഴായി തൂക്കിയിടുന്നതാണ് പ്രോസസ്സ്. ചെടികൾക്ക് വളരാൻ വെള്ളവും വളവും സൂര്യപ്രകാശവും മാത്രം മതി. ഗ്രാവിറ്റി ഒരു വലിയ ഘടകമല്ല എന്ന് അങ്ങ് ചൊവ്വ ഗ്രഹത്തിൽ വരെ കൃഷി നടത്തി നമ്മൾ തെളിയിച്ചിട്ടുണ്ടല്ലോ. വഴുതന, തക്കാളി തുടങ്ങിയ പലതരം ചെടികൾ ഇതുപോലെ തല കീഴായി തൂക്കിയിട്ട് വളർത്താം. ഭാരം കൂടിയ വിളകൾ സാധാരണയായി ഇതുപോലെ വളർത്താറില്ല. പക്ഷെ വാട്ടർമെലനൊക്കെ ഏതെങ്കിലും അഡീഷണൽ സപ്പോർട്ട് കൊടുത്ത് വളർത്തുന്നവരുമുണ്ട്. ഇതിന്റെ പ്രധാന പ്രശ്നം വെള്ളം പെട്ടെന്ന് ആവിയായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണം. എന്തൊക്കെയാണെങ്കിലും ഫ്ളാറ്റിലും അപ്പാർട്ട്മെന്റിലുമൊക്കെ താമസിക്കുന്നവർക്ക് കുറച്ച് ഫാമിംഗ് നടത്തണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല വഴി ഇതുതന്നെയാണ്. നമ്പർ 1. റീജനറേറ്റീവ് ഗാർഡനിംഗ്. അടുക്കള വേസ്റ്റ് വളമാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പക്ഷേ അടുക്കള വേസ്റ്റിൽ നിന്നും പുതിയ ചെടിയുണ്ടാക്കാമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? വീട്ടിൽ ഭക്ഷണത്തിനായി അരിഞ്ഞു കഴിഞ്ഞ പച്ചക്കറികളുടെ അവശിഷ്ടങ്ങൾ പലതും വീണ്ടും ചെടികളാകാൻ കഴിവുള്ളവയാണ്. ഇതിൽ ഏറ്റവും എളുപ്പം ചെയ്യാൻ കഴിയുന്നതാണ് പൈനാപ്പിൾ.
പൈനാപ്പിൾ കഴിച്ചു കഴിഞ്ഞ് അതിന്റെ മുകൾ ഭാഗത്തെ മുള്ള് വലിച്ചെറിയുന്ന സ്വഭാവം നിർത്തിക്കോളൂ. എന്നിട്ട് അത് മണ്ണിൽ കുഴിച്ചു വെച്ച് നോക്കൂ. പുതിയൊരു പൈനാപ്പിൾ ചെടി ഉണ്ടാവുന്നത് കാണാം. അതുപോലെ തന്നെയാണ് ക്യാരറ്റും. ക്യാരറ്റ് അരിയുമ്പോൾ അതിന്റെ മൂട് ഭാഗം എടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് അതിൽ വെക്കൂ. അതിൽ നിന്നും മുള പൊട്ടുന്നത് കാണാം. വേരുകൾ വന്നാൽ പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് മാറ്റിക്കൊള്ളൂ. ക്യാരറ്റ് ചെടി റെഡി. പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കിയ ചെടിയിൽ ക്യാരറ്റ് ഉണ്ടാകുമോ എന്നത് സംശയമാണ്. പക്ഷേ നല്ല ഇലകളും പൂക്കളുമുള്ള ഒരു ഇൻഡോർ പ്ലാന്റ് കിട്ടും, അത് ഗ്യാരണ്ടി. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയാ? ഗാർഡനിലേക്ക് ഇറങ്ങുമല്ലേ? ഈ വിദ്യകളൊക്കെ ട്രൈ ചെയ്ത് നോക്കണേ. പുതിയ ഗാർഡൻ ഉണ്ടാക്കാൻ ആരെങ്കിലും ഇൻസ്പയർഡ് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിന്റെ പണി നോക്കിക്കോളൂ. വീണ്ടും കാണും വരേക്കും, സീ യു സൂൺ.